വിയറ്റ്നാം സൂപ്പർ എളിയുടെ കുറച്ച് വലിയ തൈകളുണ്ട് കേട്ടോ. ഇതൊക്കെ ചക്ക ആയതാണ്. ഒക്കെ ചക്കയുള്ള നല്ല വലിയ തൈകളാണ്. അപ്പം മലയൽ നഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കാലാപ്പാടി മാവിൻ്റെ തൈയാണ്. നല്ല പൂത്തിരിക്കുന്നുണ്ട്. കുറച്ച് വലിയ തൈയാണ്. അതുപോലെ കാട്ടിമൂൺ, മല്ലിക, തോത്താപുരി, പിന്നെ വലിയ റംബുട്ടാൻ്റെ വലിയ വലിയ തൈകളൊക്കെ ഉണ്ട്. ഇത് പ്രിയൂർ എന്ന് പറഞ്ഞൊരു മാവാണ്. നല്ല തൈകളാണ്. ഇതാണ് സ്വീറ്റാമ്പഴം. പിന്നെ വെങ്കനപ്പള്ളിയുടെ ഒക്കെ വലിയ തൈകളുണ്ട്. ഇത് DVD എന്ന് പറഞ്ഞ നമ്മൾ തണൽമരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ മെലസ്റ്റോൺ എന്ന് പറഞ്ഞ അതിൻ്റെ ചെടികൾ. ഇത് മരമലയുടെ ചെറുതാണ്. അവിടെ നമ്മൾ വലുത് നേരത്തെ കണ്ടിട്ടുണ്ട്. റംബുട്ടാനിലെ സീസർ വലിയ റംബുട്ടാനായിട്ട് വരും. മാവിൽ ഒരുപാട് തൈകളുണ്ട്, ഒരുപാട് വെറൈറ്റി തൈകളുണ്ട്. ഇത് പാകിസ്ഥാൻ മൾബറിയാണ്. ഇതാണ് വിയറ്റ്നാം മാൾട്ട, വൈറ്റ് മൂവാണ്ടൻ. ഇതാണ് നെങ്കടക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കയാണ് നെങ്കടക്ക്. ഇതിൻ്റെ ചക്ക കൂഞ്ഞിലിങ്ങനെ നമ്മൾ തൊലി ഫുള്ളെടുത്താലും കൂഞ്ഞിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് വിയറ്റ്നാം സൂപ്പർ എളിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ. ഇതാണ് അർക്കാക്കിരൻ പേര. നിറയെ കായ്കളുണ്ട്. റെഡ് ഗോവ. ഇത് ബ്ലാക്ക് ഗോവ. ബ്ലാക്ക് ഇതിൻ്റെ പേരക്കയും ബ്ലാക്ക് കളറിലായിരിക്കും. ഇത് ജബോട്ടിക്കാബയുടെ ഹൈബ്രിഡ് തൈകളാണ്. ഇത് ബനാന സപ്പോട്ട, മട്ടോവ, ജാതിക്ക, ബൊഗൺവില്ല. ഇതാണ് ഡൻസൂര്യയുടെ തൈകൾ. ഇത് ടർക്കി അത്തിയാണ്, ബ്രൗണാണ്. അത്തിയിൽ ഏറ്റവും നല്ല അത്തിയാണ് ടർക്കിയുടെ ബ്രൗൺ അത്തി. കായൊന്നും പിടിച്ചിട്ടില്ല, കായൊക്കെ ആവാനായിട്ടുണ്ട്. കുറ്റിക്കുരുമുളക്, പന്നിയൂർ, വെസ്റ്റ് ഇന്ത്യൻ ചെറി, പുലാസാൻ. ഇത് സീതപ്പഴം റെഡാണ്. ഇതൊക്കെ ഇവിടെ പൂവൊക്കെ വരുന്നുണ്ട്. അതൊന്നും പിടിക്കൂല, എന്നാലും പൂട്ടിട്ടുണ്ട്. അതുപോലെ നെല്ലിയുണ്ട്. ഇത് വൈറ്റ് മൂവാണ്ടൻ്റെ ഒരു വലിയ തൈയാണ്. ഇത് നമ്മളെ സീസണിൽ കായ്ക്കുന്ന ബട്ടറാണ്. ട്രോപ്പിക്കൽ സീസണിൽ കായ്ക്കുന്നതാണ്. ഇതാണ് ഹീരഹള്ളി എന്ന് പറഞ്ഞ കവുങ്ങ്. ബ്ലാക്ക് ദിൽദാർ ചെറി, റംബുട്ടാൻ. പിന്നെ ഇവിടെയൊക്കെ ബൊഗൺവില്ലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പച്ചക്കറി ഐറ്റങ്ങളാണ്. മുളക്, വെണ്ട, ഇങ്ങനെ കാബേജ്, ബ്രൗൺ കളറിലുള്ള കാബേജ്, മുളക് തൈ, വഴുതന. ഇതിനൊക്കെ പൂട്ടിട്ടുണ്ട്. പിന്നെ മാങ്കോസ്റ്റിൻ ചെറിയ തൈകളുണ്ട്. അതിൻ്റെയും ചെറിയ തൈകളുണ്ട്. വലിയ തൈകളുണ്ടായിരുന്നൊക്കെ കഴിഞ്ഞാണ്. പിന്നെ കവുങ്ങ് തൈ വേണ്ടവർക്ക് നല്ല അടിപൊളി തൈകളുണ്ട് കേട്ടോ. കാസർഗോഡിനാണ്. ഒരു വർഷം കഴിഞ്ഞ നല്ല സൂപ്പർ തൈകളാണ്. അതുപോലെ തെങ്ങിൻ തൈയിൽ കുള്ളൻ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഗംഗാബോണ്ടം, 18 പട്ട, ചെന്തെങ്ങ്, മലേഷ്യൻ കുള്ളൻ,
അങ്ങനെ ഒരുപാടായിട്ടുണ്ട്. ഇത് കവുങ്ങ് തൈ നാടൻ ഇനാണ്. നമ്മളെ നാടൻ കവുങ്ങിൽ നിന്ന് എടുത്തിട്ട് തൈയിട്ടതാണ്. ഇനി പോയടത്തൊക്കെ വെക്കണമെങ്കിൽ വലിയ തൈ ഉണ്ട്. ഇതാണ് മാതളം. മാതളം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ ഇവിടെ വീണ് കിടക്കുകയാണ്. നല്ല മുട്ടുണ്ട്. ഇത് ഞാവൽ, ആപ്പിൾ ചാമ്പ, ആത്തപ്പഴം. ഇതാണ് മക്കട്ടദേവ. ഇതൊക്കെ പൂവിട്ട തൈയാണ് കേട്ടോ. അതിപ്പോൾ പൂവ് ഇല്ല, പൂവൊക്കെ വിരിഞ്ഞ് വരാനായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ജെയ്ത്തൂൻ്റെ മരം. ബുദ്ധ ബാമ്പു. ഇത് അൽഫോൺസയുടെ വലിയ തൈകളാണ് കേട്ടോ. അൽഫോൺസ മാവിൻ്റെ വലിയ തൈകൾ. ഇതുകൊണ്ട് ഡബിൾ സ്ട്രോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇതാണ് ഇസ്രായേൽ ഓറഞ്ച്. ഇപ്പോൾ ഇതിൽ കുറേ പൂവും കായൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കായ പിടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ തളിരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പിടിച്ചോളും. ഇത് ഇന്ത്യൻ മുസമ്പിയാണ്. ഇതാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറീൻ്റെ സ്വീറ്റ്. വെസ്റ്റ് ഇന്ത്യൻ ചെറി നല്ല പുളിയുള്ളതുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം സ്വീറ്റാണ്. നല്ല സ്വീറ്റല്ല, എന്നാലും തരക്കേടില്ല. ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. ഇതിൻ്റെ പുളി നല്ല പുളിയാണ്. അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പുളിയാണ്. ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. നിറയെ പൂവിട്ടുണ്ട്. ഇതിപ്പോൾ 2-3 പ്രാവശ്യമായി പൂവിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കായ പിടിച്ചിട്ടില്ല. ചെറിയ തൈയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കായ പിടിക്കാത്തത്. തൈയൊന്ന് വളർച്ച എത്തുമ്പോഴാണ് കായൊക്കെ പിടിക്കുള്ളൂ. കായ ആയിട്ടൊന്നുമില്ല. മുന്തിരി ഉണ്ട് കേട്ടോ. അത് വീട്ടിൽ കായ്ക്കണ വള്ളീൻ്റെ കമ്പിട്ടാണ്. അതിൻ്റെ കട്ടിങ്സാണ്. പിന്നെ ഇതൊക്കെ ചെടികളാണ്. ഇതിൻ്റെ പേരൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കിത് ഇത് ഓർക്കിഡാണ്. പിന്നെ ഇത് ആന്തോറിയാണ്. ആന്തോറിയത്തിൻ്റെ മിനിയേച്ചറാണ്. ഇത് ജബോട്ടിക്കയുടെ ഇവിടെ കായ്ക്കണ മരമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇഷ്ടം പോലെ പഴങ്ങളായിരുന്നു. അതിലൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആമ്പൽ, താമര ഒക്കെ ഉണ്ട്. എന്താ എലിക്കോണി അങ്ങനത്തെ ഒരു സാധനമാണ്. കലാത്തി. ഇത് നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ആപ്പിളാണ്. കായ്ച്ചില്ലെങ്കിൽ പൂവിട്ടാൽ തന്നെ നമുക്കൊരു കാഴ്ചയാണ്. ഇത് സോഫ്റ്റ് സ്കിൻ്റെ മട്ടോവ. ചെറിയ തൈയാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ ഗോൾഡൻ പപ്പ ഉണ്ട്. ഇത് വിയറ്റ്നാം സൂപ്പർ ഏളി. പിന്നെ ഇവിടെ തേൻവരിക്ക, ധൻസൂര്യ, സിദ്ധു, എവിയാർക്ക്, ഗംബ്ലസ്. അതുപോലെ ബേറാപ്പിളിൻ്റെ 2-3 മോഡലുണ്ട്. ഗ്രീന്, റെഡ്, കാശ്മീരി. ഇത് ഞാൻ അതിൽ നിന്നൊന്ന് ചട്ടിയിലേക്ക് മാറ്റിയതാണ്. KG ബേറാപ്പിളാണിത്. അതായത് നല്ല വലിപ്പം വരും. ഏതാണ്ട് ഒരു ആപ്പിളിൻ്റെ ഒക്കെ ആ സൈസിൽ വരുന്നതാണ്. ഇത് വിയറ്റ്നാം സൂപ്പർ ഏളിയാണ്. അതിൻ്റെ റെഡാണ്. J33. ഇതാണ് കെൽഡാൻ. ഇത് കെൽഡാൻ്റെ ബെഡാണ് കേട്ടോ. ഇതാണ്
പെട്ടെന്ന് കായ്ക്കും. നമ്മളെ സാധാ നാടൻ മൾബറിയാണ്. ഇതിലൊക്കെ കായ ഉണ്ടായിരുന്നു, കഴിഞ്ഞതാണ്. പിന്നെ ഒരു ഹിമാപസന്ത്, ഇങ്ങനെ മല്ലിക കുറേ തൈകളുണ്ട്. മിയാസാക്കി 4 kg, മുന്തിരിപ്പേര, കുടംപുളിയാണ് കേട്ടോ. അത് കുടംപുളി ഇതാ കായ ഉണ്ടായിട്ടുണ്ടോ? ഇത് കുടംപുളി എങ്ങനെയാണ് ഈ ബെഡിൽ കായ ഉണ്ടാകാൻ തിരിഞ്ഞാൽ നല്ല കായ ഉണ്ടാവും. പിന്നെ അതാ അബിയുവിൻ്റെ വലിയ തൈകളുണ്ട്, പൂട്ട തൈകളൊക്കെ ഉണ്ട്. ജപ്പാൻ പേര വലുതുണ്ട്, അതിൻ്റെ ചെറുതുണ്ട്. VNR പേരുണ്ട്. ഇതാണ് ഒലസപ്പോ, ചക്കരപ്പഴം. ഇതാണ് കിലോ പേര, കായൊക്കെ ഉണ്ട്. ഇതാണ് ബറാബ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് എന്താ ബറാബ പൂ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓറഞ്ചാണ്, നമ്മളിവിടെ കായ്ക്കുന്ന ഓറഞ്ചാണ്. അതിൽ നിന്ന് 2 കായ പറിച്ചിട്ടുണ്ട്. മഴ സീസണിലായിരുന്നു, അതുകൊണ്ട് പുളിയാണ്. ഇനിയിപ്പം ഏതാ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. മഴ സീസണിൽ ഞാൻ പറിച്ചപ്പോൾ അത് നല്ല പുളിയായിരുന്നു. പക്ഷെ ഇവിടെ കായ്ക്കുന്നുണ്ട്, കായ്ക്കണ തൈയാണ്. ഇത് റോളീനിയ. ഇതാണ് നമ്മുടെ വസ്തര എന്ന് പറഞ്ഞ മാങ്ങ. ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഇത് കൊലകുത്തി കായ്ക്കുന്ന ഒരു മാവിൻ തൈയാണ്, വെസ്റ്റ് ബംഗാളിൻ്റെ. ഇതിപ്പോൾ ചെറിയ തൈയാണ്. ഈ തൈയിൽ ഇത്ര ചെറുതാകുമ്പോൾ തന്നെ ഇത് കായ തുടങ്ങും. ഇഷ്ടം പോലെ കായ ഉണ്ടാവും. ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് നമ്മൾ അവിടെ നിന്ന് കാഴ്ച കണ്ട് ഇതേ വലിപ്പമുള്ള തൈയാണ്, അന്ന് മാറ്റി വെച്ചാണ്. പിന്നെ ഇതാണ് സ്ട്രോബെറി പേര യെല്ലോ. ഇതൊക്കെ പൂവിട്ടിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ പൂവിട്ടിട്ടുണ്ട്, മുട്ട് വന്നിട്ടുണ്ട്. അബിയുവിൻ്റെ തൈകളാണ്. ജയിൻ്റെ അബിയു എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കൊന്നും വേണ്ട. അബിയു ഏത് വെച്ചാലും ഏതാ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നിപ്പിള് വരും, ജയിൻ്റ് വരും, ഒക്കെ വരും. അതുകൊണ്ട് ഏതെങ്കിലും തൈ വെച്ചാൽ മതി. ഇതൊക്കെ സീഡ് മുളപ്പിക്കുന്നതാണ്. അത് പല വെറൈറ്റിയും വരും. ഇതാണ് മെൻഡാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചക്കയാണ് എന്നാണ് പറഞ്ഞത്. നല്ലൊരു സ്റ്റമ്പിലാണ് കേട്ടോ, ബെഡ് ചെയ്തിട്ടിരിക്കുന്നത്. നല്ല കരുത്തായിട്ട് സ്റ്റമ്പിലാണ്. ഇത് കൊക്കോ കാപ്പി തൈകളാണ്. ഇതാണ് നംഡോക്കിയുടെ ചെറുതാണ്. വെരിക്കേറ്റഡ് പേര. ഇത് സാധാ റോസ് ചാമ്പയാണ്. പിന്നെ ഇത് മുസമ്പിയാണ് കേട്ടോ. ഇത് മുസമ്പി ഇവിടെ കായ്ക്കണ ഒരു ഐറ്റാണിത്. ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടൊരു മുസമ്പി ഇഷ്ടം പോലെ കായ്ച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മരം ഉണങ്ങിപ്പോയി. അതുപോലെ ഇപ്പോൾ ഇതിൽ പൂവ് വരുന്നുണ്ട്. ഇത് എന്താ അറിയില്ല, ഇത് ചിലപ്പം നന്നായിട്ട് കായ്ക്കുന്നൊരു മുസമ്പി ആയിരിക്കും. പിന്നെ ഇങ്ങനെ കൽക്കട്ട പാട്ടി ലൈമൂണ്. ഇതാണ് ചക്കരക്കുട്ടി. ഇത് ബുഷ് ഓറഞ്ചിൻ്റെ വലിയ തൈകളാണ്. ഇഷ്ടം പോലെ കായ ഉണ്ടാവും. നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിക്കേണ്ട ആളുകൾക്ക് ഇതൊന്ന് നട്ടാൽ മതി. ഇത് സ്ട്രോബെറി പേറ്റ ചെറുത്. ഇതാണ് മുള്ളൻ ചക്കയാണ്. ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കും. പിന്നെ ഇത് ബുഷ് ഓറഞ്ചിൻ്റെ സ്വീറ്റ്. ബുഷ് ഓറഞ്ചിൽ മധുരമുള്ളതാണ്, നല്ല മധുരമാണെന്നാണ് പറഞ്ഞത്. പിന്നെ മാത്തയിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് മറ്റേ കസ്തൂരി മാങ്ങ. അതുപോലെ നണ്ടോക്കിൻ്റെ ഗോൾഡ് ഉണ്ട്, ബനാന ഉണ്ട്, സപ്പോട്ട വലുതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വലിയ തൈകളുണ്ട്. റംബുട്ടാൻ തന്നെ വലിയ തൈകളുണ്ട്. ഇത് കടച്ചക്ക ബഡാണ്. ഇത് ചൈനീസ് ബുഷ് ഓറഞ്ച് ഒക്കെ പൂട്ടുണ്ട് കേട്ടോ. നമ്മളെ ബുഷ് ഓറഞ്ചിൻ്റെ ചൈനീസ് ബുഷ് ഓറഞ്ച്. പിന്നെ ഇതാണ് നമ്മളെ രുദ്രാക്ഷത്തിൻ്റെ തൈകൾ.
ഇത് കാലാപ്പാടി ചെറിയ തൈകളാണ്, പക്ഷേയൊക്കെ പൂട്ടിട്ടുണ്ട്. ഇതാണ് സ്വീറ്റ് ലൂബി, നല്ല മധുരമുള്ള സ്വീറ്റ് ലൂബിയാണ്. മൂവാണ്ടൻ, ഇത് ഉളൂറാണ്. ഇതാണ് പുളി, ബഡ് തൈയാണ്. ഇത് പുളി ഉള്ളിൽ നല്ല പുളി റെഡ് കളറിലാണ് വരുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർവളിൻ്റെ കുറച്ച് വലിയ തൈകളാണ്. നമ്മൾ അവിടെ കണ്ടതിൻ്റെ ചെറുതാണ്. ഒക്കെ ചക്ക ഇടാൻ തുടങ്ങിയിട്ടുണ്ട്, ഒക്കെ പിടിക്കാനൊന്നും ആയിട്ടില്ല. പിന്നെ ആപ്പിൾ ചാമ്പയിൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ഡൽഹരി ചാമ്പ, റോസ് ചാമ്പ, സീഡ്ലെസ് ചാമ്പ, കുറേ ചാമ്പ ഉണ്ട്. പിന്നെ റംബുട്ടാൻ്റെ യെല്ലോ ആണ് E35, അതുപോലെ N18 റെഡ് ഉണ്ട്. കൊടുമ്പുളി ചെറിയ തൈകളുണ്ട്. സ്റ്റാർ ഫ്രൂട്ടിൻ്റെ സ്വീറ്റാണ്, ഒക്കെ പൂട്ടാണ്. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ ചെറുത്. ഇത് മിറാക്കിൾ ഫ്രൂട്ട്. ഇഷ്ടം പോലെ പൂവുണ്ട്, ഇഷ്ടം പോലെ കായുണ്ട്. ഉള്ളിലൊക്കെ കായ തിങ്ങി കിടക്കുകയാണ്. ഇതാണ് മിൽക്ക് ഫ്രൂട്ട്. ഇത് പൂട്ടതാണ്. നമ്മളിവിടെ ഒരു മദർ പ്ലാന്റ് ആയിട്ട് നിർത്താൻ ഉദ്ദേശിച്ചാണ്. മിൽക്ക് ഫ്രൂട്ട് പർപ്പിള്. പിന്നെ അത്യാവശ്യം വേണ്ട വളങ്ങൾ, ചട്ടികൾ, ഗ്രോ ബാഗുകൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളെ നഴ്സറി ഉള്ളത് പരതക്കാടാണ്. ഇടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിൽ പരതക്കാടിനും വെട്ടുകാടിനും ഇടയിൽ.